പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഷജറകൾ എല്ലാ വേദിയിലും പറഞ്ഞു നടന്നിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കണ്ട, അത് അപകടം ചെയ്യും, ജമാഅത്തെ ഇസ്ലാമിക്ക് സമുദായത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ ഒരുക്കണ്ട എന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്നു. അതിനിവര് SKSF കൊണ്ട് ആദർശം മാനത്ത് എന്നൊരു ത്രൈമാസ ക്യാമ്പയിൻ നടത്താൻ പറഞ്ഞു. അവരുടെ വേദിയിലൊക്കെ സലാഹുദ്ദീൻ വല്ലപ്പുഴ അടക്കമുള്ള ആളുകള്, അങ്ങനെ പല ആളുകളും പ്രസംഗിച്ചിരുന്നു, ജമാഅത്തെ ഇസ്ലാമി വലിയ അപകടം ചെയ്യും, അവർക്ക് സമുദായത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കണ്ട. മുസ്ലിം ലീഗിനെ നേരെ ചൂണ്ടിക്കൊണ്ട്, UDF നേരെ ചൂണ്ടിക്കൊണ്ട് ഇവർ പറഞ്ഞിരുന്നു, അങ്ങനെ UDF കിട്ടേണ്ട മുസ്ലിം ലീഗിന് കിട്ടേണ്ട മതേതര ജനാധിപത്യ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവരെടുത്തൊരു തന്ത്രമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ സ്ഥലത്തും അവർ പറഞ്ഞു നടന്നു. ഇവരുടെ പ്രസംഗം കേട്ടാൽ തോന്നും എല്ലാ സ്ഥലത്തും ജമാഅത്തെ ഇസ്ലാമി നിറഞ്ഞു നിൽക്കുകയാണ്, അവർ ഇസ്ലാമിനെ ആക്രമിക്കാൻ നിൽക്കുകയാണ്, അതിനവർക്ക് ചാൻസ് കിട്ടണം, അതിന് UDF കടന്നു കൂടിയാൽ അവർ വിജയിച്ചു, അങ്ങനെ അവരെ UDF കയറ്റിയതാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് പല സ്ഥലത്തും ഇവര് പ്രസംഗിച്ചിരുന്നു. ഇവര് മുസ്ലിം ലീഗ് എന്ന് പറയില്ല കേട്ടോ, ഇവര് സൂചന കൊടുക്കുള്ളൂ. കാരണം ഇവർ കിതാബിൽ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സൂചനയിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. ആ തന്ത്രം പയറ്റിയിട്ട് മുസ്ലിം ലീഗ് എന്ന് പേരെടുത്ത് പറയാതെ, എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉള്ളിലേക്ക് തട്ടുന്ന രൂപത്തിൽ ഇവർ പ്രസംഗിച്ച് നടന്നിരുന്നു. ഒതുക്കങ്ങളിലുള്ള കുഞ്ഞാലി പച്ചപ്പട ഗ്രൂപ്പിലുള്ള മൊയന്റെ മൂരി ലീഗ് എന്നോട് പറയാൻ എന്താ അറിയോ, എനിക്ക് ഈ വാഫികളായ റിബലിസം ബാധിച്ചോളി എഴുതി തരുന്ന മാറ്റർ എടുത്തുകൊണ്ട് ഒരു ഇതിലെടുത്തുകൊണ്ട് ഇങ്ങനെ വായിച്ചു വിടലല്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമി, എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. ആദ്യം സമസ്ത എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളത് ആദ്യം നോക്കണം. പിന്നെ രാഷ്ട്രീയപരമായിട്ട് എന്തുകൊണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്നു എന്ന് നോക്കണം. അങ്ങനെ ഓരോ വിഷയങ്ങളും നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. എൻ്റെ വോയിസിൽ ഫുള്ള് പൊട്ടത്തരാണ്. എൻ്റെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നോട് പറഞ്ഞ സാധനം ഈ കേരളം മൊത്തത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ UDF തരംഗം ഉണ്ടായത്, അതുകൊണ്ടാണ് UDF വമ്പം വിജയിച്ചതെന്നാണ് എൻ്റെ പൂതി. ഞങ്ങൾ പറയാൻ കാരണം എന്താണ്, ഒന്ന് ഇസ്ലാമികപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്, വഹാബികളുമായി തന്നെ അതേമാതിരത്തെ ഒരു സംഘടനയാണ്. അതുകൊണ്ട് അതിനെ കൂട്ടാനോ അതിൻ്റെ കൂടെ കൂടാനോ പാടില്ല. പ്രത്യേകിച്ച് വഹാബികളെക്കാട്ടും കൂടുതൽ എതിർക്കേണ്ട ഒരു സാധനമാണ് ഈ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയപ്പെടുന്ന സംഗതി. മനസ്സിലായോ? എനിക്ക് അന്തല്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ ഈ പൊട്ടൻ വോയിസ് ഏതെങ്കിലും മന്ദബുദ്ധികളായ ആളുകൾ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് മറുപടി പറയുന്നുള്ളൂ. അയച്ച് പൊട്ടനാണ്, മരപ്പൊട്ടനാണ്. റൂമിൽ ഇരുന്നാണ്ട് എഴുതി വാട്സാപ്പിൽ വരുന്ന മാറ്റർ ഇങ്ങനെ വായിച്ചു വിടുകയാണ്. എന്താ പറഞ്ഞതെന്ന് പോലും എന്നോട് രണ്ടാമട്ടം ചോദിച്ചാൽ എനിക്ക് മറുപടി അറിയാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പണി തുടർന്നോ, ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞ മാതിരി കിട്ടുന്ന കായ്ക്കുള്ള പണിച്ചെടുത്തോ. പക്ഷെ വിമർശനങ്ങൾ സമസ്തക്കെതിരെ ഉന്നയിക്കുമ്പോൾ വ്യക്തമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഉന്നയിക്കാനും. ഇജി പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിനെ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയപ്പെടുന്നത് ഇസ്ലാമിക വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരും അള്ളാഹിനും റസൂലിനും പൂർവ്വമായിട്ട് ആ ചര്യ പിൻപറ്റാതെ മുന്നോട്ട് പോകുന്ന ആളുകളുമാണ്. രണ്ടാമത്തെ കാര്യം, അവരെ എതിർക്കപ്പെടുന്നത് ജനാധിപത്യ രാജ്യത്ത് അവർ എങ്ങനെയാണോ ഈ രാജ്യത്ത് സംഘികളായ ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് അതേപോലെ ഇസ്ലാമിക രാജ്യമാക്കണം ഇന്ത്യ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരോട് നമ്മൾ ഒത്തുപോകാൻ ഒരിക്കലും പാടില്ല. അവരെ എങ്ങനെയാണോ നമ്മൾ സംഘികളെ കാണുന്നത് അതേമാതിരി ജമാഅത്തെ ഇസ്ലാമിനെ കാണണം. അവർ ഇത് ഇസ്ലാമിക രാജ്യമാക്കണം, ഇവിടെ ഇസ്ലാമിക രാജ്യ ഭരണം വരണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ മതവിശ്വാസികളും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. സംസുലമൻ്റെ യാത്രകൾ, സയ്യിദുലമൻ്റെ യാത്രകളൊക്കെ കാണില്ലേ, അതിൻ്റെ ഓരോ ഇതും കേട്ട് നോക്കുക, അപ്പോൾ എനിക്ക് മനസ്സിലാവും. കുറച്ചെങ്കിലും ഒന്ന് വിവരമില്ലെങ്കിലും ഈ പൊട്ടൻ പച്ചപ്പടിയിൽ നിന്ന് കിട്ടുന്നത് മാത്രം നോക്കാതെ ഒന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാത്തിലും ഒന്ന് കയറിയിട്ട് നോക്ക് ആളുകൾ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കപ്പെടുന്നു എന്നുള്ളത്. ഇസ്ലാമികപരമായിട്ട് തന്നെ അവരെ ശക്തമായി എതിർക്കണം. രണ്ടാമത്, അവർ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ സംഘികളെ എതിർക്കുന്ന പോലെ തന്നെ എതിർക്കണം. പിന്നെ ഈ പ്രാവശ്യം വോട്ടിനെ എന്തുകൊണ്ട് എതിർത്തു എന്നില്ല, ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പറയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിനെ വഹാബിയത്തിനെ എതിർക്കാൻ. 100 വർഷമായി. അതിന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരണമെന്നില്ല, അതിന് ഞങ്ങൾക്ക് മറ്റേ ക്യാമ്പയിൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ അടുപ്പിച്ച് നടത്തുന്നില്ല. അതൊക്കെ നിങ്ങളെ സുഹാബികളായ ആളുകളും നിങ്ങളും മൂരികളായ ആളുകളും പടച്ചുണ്ടാക്കുന്നതാണ്. അത് ഞങ്ങളത് നിർത്താനായിട്ട് പോകണില്ല. ഇനി 100-ാം വാർഷികം കഴിഞ്ഞാൽ നിൽക്കുമോ? ഞാൻ 100-ാം വാർഷികം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്യാമ്പയിൻ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പം 100-ാം വാർഷികത്തിൽ പ്രഖ്യാപനം ഉണ്ടാവും. അപ്പം എനിക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതൊക്കെ. മനസ്സിലായോ? അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഈ വഹാബിയസത്തിനെ തുടച്ച് നീക്കുക തന്നെ ചെയ്യും. ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾ പാരമ്പര്യ ദീനെ ഞങ്ങളിവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് ഇന്ന് സമസ്തൻ്റെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിൽ അടി ഉറച്ച് ഞങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുക ചെയ്യും. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. മനസ്സിലായോ? പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എവിടെയാണ് സീറ്റുള്ളത് എന്ന് പറഞ്ഞാൽ ഇജ്ജ് പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിക്ക് സീറ്റ് ഉണ്ടെന്ന്. എത്ര പഞ്ചായത്തുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്? എത്ര വാർഡുണ്ട്?
എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്ര കോർപ്പറേഷൻ ഉണ്ട്? എനിക്ക് ഇതൊക്കെ തിരിയോ? എന്താണ് മുനിസിപ്പാലിറ്റി, എന്താണ് കോർപ്പറേഷൻ, ഇതെല്ലാം തിരിയോ എനിക്ക്? ലീഗിന് എത്ര ഉണ്ട് ആദ്യം എനിക്കറിയോ, എന്നിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിൻ്റെ. UDF ചെയ്തത് എന്താണ്? ഈ ജമാഅത്തെ ഇസ്ലാമിനെ കൂടെ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ മുസ്ലിം ലീഗരായതുകൊണ്ട് പറഞ്ഞാണ് കൂട്ടാൻ പാടില്ല. മുൻകാലങ്ങളിലുള്ള നേതാക്കളൊക്കെ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടാൻ പാടില്ല, ഇവിടെ എന്താ പറയുക, സുന്നികളുടെ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജയിച്ചു പോണത് എന്നുള്ള ആ ഇതിലാണ് പോണത്. സംഘികളെ കൂടെ കൂട്ടിക്കാണ്ട് കോൺഗ്രസ് ഭരണം പിടിച്ചാൽ എങ്ങനെയാണോ അതേമാതിരിയാണ് മുസ്ലിം ലീഗ് ഈ പറയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടി ഭരണം പിടിച്ചാൽ. പിന്നെ എന്താ ആദർശങ്ങൾ പറയാം? ഒരാളോട് സംസാരിക്കുമ്പോൾ മുമ്പ് കാലങ്ങളിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തു, അവർ ഇവിടെ എന്താണ് ഇസ്ലാമിക രാജ്യമാക്കാൻ പോവുകയാണെന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും മൗദൂദിൻ്റെ കിതാബുകളിലും ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു ഘോരം പ്രസംഗിച്ച കുഞ്ഞാലിക്കുട്ടി, ഷാജി, ET മുഹമ്മദ് ബഷീർ, സമദാനി, അങ്ങനെ ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അവരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റം വന്നത്? ഇപ്പോൾ എപ്പോഴാണ് അവർ ഈ രാജ്യത്തിനോട് കൂടെ നിൽക്കുന്ന ആളുകളായി മറ്റു മാറിയത്? എന്താണ് അതിൻ്റെ കാരണം? അതും കൂടി വെളിപ്പെടുത്തണ്ടേ? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടി? അതിനുള്ള ഉത്തരങ്ങൾക്കുണ്ടോ? നിങ്ങളൊരു ചർച്ചയിൽ പോയി ഇരുന്നുകാണ്ട് സംസാരിക്കുമ്പോൾ പാരമ്പര്യമായിട്ട് വന്ന കായിക മില്ലത്ത് ഉണ്ടാക്കി തന്ന ആ പാതയിൽ ഉണ്ടാക്കി തന്ന മുസ്ലിം ലീഗിൽ നിങ്ങൾ വള്ളം ചേർത്തെന്ന് പറയില്ലേ? നിങ്ങൾ എന്താ പറയുക? എങ്ങനെ നിങ്ങൾ സംഘികളെ എതിർക്കുക? സംഘികളെ എങ്ങനെയാണോ ഹിന്ദു സമൂഹം കാണുന്നത് അതേമാതിരിയാണ് ജമാഅത്തെ ഇസ്ലാമിനെ മുസ്ലിം സമൂഹം കാണുന്നത്. അത്രയും ഡേഞ്ചറായ ആളുകളാണ്, അവരുടെ ഉള്ളിൽ തീവ്ര ചിന്താഗതികളാണ്, അവരെ കൂടെ കൂട്ടാൻ പറ്റൂല. അതുകൊണ്ടാണ് കൂട്ടരുതെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ UDF LDFിൻ്റെ ഈ എന്താ പറയുക ഭരണവിരുദ്ധ പ്രവർത്തനം കൊണ്ട് UDF മേൽക്കോയി നേടിയിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലല്ല ഇതേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ഇപ്പോഴല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ UDF തരംഗത്തിൽ നിങ്ങൾ ജയിച്ചെന്ന് വന്നേക്കാം. ഇതിനൊക്കെ ഒരു മറുപടി വരുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പല്ല് കടിക്കേണ്ട ഒരു അവസരം, നഖം കടിക്കേണ്ട ഒരു അവസരം വരും നിങ്ങൾക്ക്. മനസ്സിലായോ? ആദ്യം ജമാഅത്തെ ഇസ്ലാമി എന്താണ്, എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മുമ്പ് എതിർത്തു, എന്തുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചു എന്നുള്ളതിനുള്ള മറുപടി പറയാൻ നേതാക്കളോട്. ഓലെന്താ മറുപടി പറയാത്തത്? അവരോട് കൂട്ടമായിട്ട് ഇരിക്കാം എന്നുണ്ടെങ്കിൽ അവർ പറയണ്ടേ? ജമാഅത്തെ ഇസ്ലാമിന് മുന്നേ എന്തിനാണ് എതിർത്തതെന്ന് പറയണ്ടേ? അതിൽ നിന്ന് മാറ്റം വരുത്തിയോ? അവർ പറഞ്ഞോ ഈ രാജ്യം ജനാധിപത്യ രാജ്യത്തെ ഞങ്ങൾ മുമ്പ് ഒരു സർക്കാർ ജോലി പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സർക്കാർ ജോലിയിൽ ഇപ്പോൾ ഓലാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ പറഞ്ഞു ഇസ്ലാമിക ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഹറാമാണ്, നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, ഷിർക്കാണ്, കുഫറാണ് പറഞ്ഞു നടത്തുന്ന ആളുകളാണ്. അതൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഇസ്ലാമിക രാജ്യമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. സംഘികൾ രാമരാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ മാതിരി പിന്നെ എങ്ങനെ അംഗീകരിക്കണം എന്നായി പറയുന്നത്? LDFിൻ്റെ ധൂർത്തുകൊണ്ടും ഭരണത്തിൻ്റെ ഉള്ള വെറുപ്പ് കൊണ്ടും ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയുള്ള അടിയൊക്കെ വേറെ വരാണ്ട് രാഷ്ട്രീയപരമായിട്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂട്ടിയാലെന്ത് കൂട്ടിയില്ലെന്ത്? ഞങ്ങൾക്ക് നിങ്ങൾ കൂട്ടിയാലും കുഴപ്പമില്ല, കൂട്ടിയിലും കുഴപ്പമില്ല. ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് വോട്ടവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് എങ്ങനെയാണോ നല്ല ആളുകളുള്ളത് അവർക്ക് വോട്ട് ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടിയാണ്ട് ലീഗ് വോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യൂല. അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. മനസ്സിലായോ? പിന്നെ പൊട്ടാജ് എന്താ പറയുന്നത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലയെന്ന് OB അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇല്ലേ? ആ വഹാബികളും അങ്ങനെ തന്നെയല്ലേ? ഒരു പഞ്ചായത്ത് ഒന്നായിട്ട് ചവിട്ടി കൂട്ടിയ ഒരു പഞ്ചായത്തിൽ വരെ ഉണ്ടാവില്ല. ഒരു പഞ്ചായത്ത് വരെ പിടിച്ച പോലെ കൊണ്ട് കയ്യിൽ ഒന്നായിട്ട് കൂട്ടിക്കണേ. അവരുള്ളതല്ല, അവരെ കൂട്ടുന്നതാണ് പ്രശ്നം. മനസ്സിലായോ? അവരോടും അതിൽ പങ്കാളികളാവുമ്പോൾ ആ രാജ്യത്തുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ അംഗീകരിച്ച് പോണ ജനാധിപത്യ രാജ്യവും ഭരണഘടനയും നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് ലീഗിന് ക്ഷീണം ചെയ്യും. മനസ്സിലായോ? LDFിൻ്റെ ഭരണമോശം കൊണ്ട് UDF കയറിയ ഒരു വട്ടം അങ്ങോട്ട് അടിച്ച് കയറിയെന്ന് വിചാരിച്ചാണ്ട് ഈ പറയപ്പെടുന്ന ആളുകളെ കൂട്ട് പിടിച്ചിട്ട് വേണോ നമുക്ക് ഭരണം കിട്ടാൻ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. മുമ്പ് ഷാജിയല്ലേ പ്രസംഗിച്ചത്, ഒരു തീവ്രവാദിൻ്റെ വോട്ടും ഒരു ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ടും എനിക്ക് വേണ്ട, ഒരു പഞ്ചായത്ത് പോലും ഇല്ലെങ്കിൽ ഒരു വാർഡ് പോലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വോട്ട് വേണ്ടെന്ന്. ഇപ്പം ആ നിലപാട് എന്തേ? വെള്ളത്തിൻ്റെ അടിയിൽ താത്തിച്ചോ? അല്ലെങ്കിൽ മടിക്കുത്തിന് താഴെ കൊണ്ടുപോയി വെച്ചോ? അപ്പോൾ അതിനുള്ള മറുപടിയും കൂടി പറയണം. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടിയാൽ എന്തുകൊണ്ട് കൂട്ടി എന്നുള്ളത് പറയണം. ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ആരോപണം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ സത്യാവസ്ഥക്ക് അവർ മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തിക്കണമെങ്കിൽ അത് വ്യക്തമായിട്ട് ഇങ്ങോട്ട് കാണിച്ചു ഇതാ ഓല് ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്, ഓക്കെ നമുക്ക് സ്വീകരിക്കാം. അത് രാഷ്ട്രീയം. മതപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ അടുപ്പിക്കാനേ പറ്റില്ല. മനസ്സിലായോ? അത് വഹാബിസത്തിൻ്റെ മാതിരി നരകത്തിലേക്ക് കൊണ്ടുപോകണതാണ്. പിന്നെ അനക്കെന്താ അറിയാം, ഇത് മരമൂരിയാണ്. അനക്ക് എന്ത് ഇസ്ലാം, എന്ത് SKSF, എന്ത് സമസ്ത, എന്ത് ജഫ്രി തങ്ങൾ, ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് ഏറ്റവും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് പൊട്ടനാണ്, മരപ്പൊട്ടനാണ്. മക്കത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വോയിസ് വിടാൻ എനിക്ക് കഴിയുള്ളൂ. ഒതുക്കങ്ങൾ മറ്റേ വാപ്പാനെ തല്ലി പഠിച്ചാൽ എന്നോട് ഇനിയിപ്പോൾ ഞാൻ കുറേ ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ? വാപ്പാനെ തല്ലി എന്നുള്ള പേരെന്നെ എനിക്കുണ്ട്, നമുക്കറിയണതല്ലേ. അപ്പോൾ ആ മജുബാൻ്റെ കഥകളൊന്നും ഇങ്ങോട്ട് പറയിച്ചിട്ടുണ്ട്. അപ്പോൾ ജിഫ്രി തങ്ങളെ വിമർശിക്കാനോ ഹമീദ് ഫൈസിനെ വിമർശിക്കാനോ അതേമാതിരി മുക്കം ഉമർ ഫൈസിനെ വിമർശിക്കാനോ ഒന്നും ഇജ് വളർന്നിട്ടില്ല കേട്ടോ. എൻ്റെ ആ തൊള്ള കക്കൂസായതിനും ഇങ്ങോട്ട് തുറക്കാൻ നിൽക്കിയത് ഞങ്ങൾക്ക് തിരും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വിമർശിക്കാൻ എഴുതി തരുന്ന മാറ്റർ ഒന്നിക്ക് അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് വിമർശിക്കുക. അല്ലെങ്കിൽ എന്ത് കയമ്പിള്ളിനെ പറ്റി വിമർശിക്കുക.
അഷ്റഫ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇല്ലേ സമസ്ത ഇലക്കണോണ്ട് എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ സത്യം. ഇവിടെ മുജാഹിദ് ഉള്ളത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. ആ ഉള്ള ആളുകളെ ഒപ്പം കൂട്ടരുതെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അവരെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാതാക്കിയത് സമസ്തയാണ്. അതിനിപ്പോൾ ചില ആളുകൾ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്ത് കണ്ടും അവരുടെ പരിപാടിക്ക് പോയി കണ്ടും ഒരു സർവമത സത്യവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ട 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 എന്നാണ് ഈ പ്രസംഗങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതേക്കാരം. ഇപ്പം മുമ്പ് കാലങ്ങളിൽ ജ്യേഷ്ഠന്മാരായ ആളുകൾ ചെയ്തു പോയ നന്മയുടെ ഗുണങ്ങളാണ് ഇപ്പം ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൻ്റെ വ്യാപ്തിയും പിന്നെ അത് വരിക ചെയ്യുക, പിന്നെ കിട്ടും. അപ്പോൾ അത് മനസ്സിലാവും. ആദ്യം അത് മനസ്സിലാക്കാം കേട്ടോ. വിവരമില്ലാതെ എന്തെങ്കിലും വെഡിത്തം വിളിച്ചറിയരുത്. പിന്നെ പൊട്ടാജ് എന്താ പറയുന്നത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലാന്ന് OB അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇല്ലേ? ആ വഹാബികളും അങ്ങനെ തന്നെയല്ലേ? ഒരു പഞ്ചായത്ത് ഒന്നായിട്ട് ചവിട്ടി കൂട്ടിയ ഒരു പഞ്ചായത്തിൽ വരെ ഉണ്ടാവില്ല. ഒരു പഞ്ചായത്ത് വരെ പിടിച്ച പോലെ കൊണ്ട് കയ്യിൽ ഒന്നായിട്ട് കൂട്ടിക്കണിയിൽ അവരുള്ളതല്ല, അവരെ കൂട്ടുന്നതാണ് പ്രശ്നം, മനസ്സിലായോ? അവരോടും അതിൽ പങ്കാളികളാവുമ്പോൾ ആ രാജ്യത്തുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ അംഗീകരിച്ച് പോണ ജനാധിപത്യ രാജ്യവും ഭരണഘടനയും നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് ലീഗിന് ക്ഷീണം ചെയ്യും, മനസ്സിലായോ? LDFിൻ്റെ ഭരണമോശം കൊണ്ട് UDF കയറിയ ഒരു വട്ടം അങ്ങോട്ട് അടിച്ച് കയറിയെന്ന് വിചാരിച്ചാണ്ട് ഈ പറയപ്പെടുന്ന ആളുകളെ കൂട്ട് പിടിച്ചിട്ട് വേണോ നമുക്ക് ഭരണം കിട്ടാൻ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. മുമ്പ് ഷാജില്ല പ്രസംഗിച്ചത്, ഒരു തീവ്രവാദിൻ്റെ വോട്ടോ ഒരു ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ടോ എനിക്ക് വേണ്ട, ഒരു പഞ്ചായത്ത് പോലും ഇല്ലെങ്കിൽ ഒരു വാർഡ് പോലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വോട്ട് വേണ്ടെന്ന്. ഇപ്പം ആ നിലപാട് എന്തേ? വെള്ളത്തിൻ്റെ അടിയിൽ താത്തി വെച്ചോ, അല്ലെങ്കിൽ മടിക്കുത്തിന് താഴെ കൊണ്ടുപോയി വെച്ചോ? അപ്പോൾ അതിനുള്ള മറുപടിയും കൂടി പറയണം. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടിയാൽ എന്തുകൊണ്ട് കൂട്ടി എന്നുള്ളത് പറയണം. ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ആരോപണം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ സത്യാവസ്ഥക്ക് അവർ മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തിക്കണമെങ്കിൽ അത് വ്യക്തമായിട്ട് ഇങ്ങോട്ട് കാണിച്ചില്ല, ഇതാ ഓല് ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്, ഓക്കെ നമുക്ക് സ്വീകരിക്കാം. അത് രാഷ്ട്രീയം. മതപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ അടുപ്പിക്കാനേ പറ്റില്ല, മനസ്സിലായോ? അത് വഹാബിസത്തിൻ്റെ മാതിരി നരകത്തിലേക്ക് കൊണ്ടുപോകണതാണ്. പിന്നെ അനക്കെന്താ അറിയാം, ഇത് മരമൂരിയാണ്. അനക്ക് എന്ത് ഇസ്ലാം, എന്ത് SKSF, എന്ത് സമസ്ത, എന്ത് ജഫ്രി തങ്ങൾ, ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് ഏറ്റവും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ പൊട്ടനാണ്, മരപ്പൊട്ടനാണ്. മക്കത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വോയിസ് വിടാൻ എനിക്ക് കഴിയുള്ളൂ. ഒതുക്കങ്ങൾ മറ്റേ വാപ്പാനെ തല്ലി പഠിച്ചാൽ എന്നോട് ഇനിയിപ്പോൾ ഞാൻ കുറേ ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ? വാപ്പാനെ തല്ലി എന്നുള്ള പേരെന്നെ എനിക്കുണ്ട്, നമുക്കറിയണതല്ലേ. അപ്പോൾ ആ വാജിബാൻ്റെ കഥകളൊന്നും ഇങ്ങോട്ട് പറയിച്ചിട്ടുണ്ട്. അപ്പോൾ ജിഫ്രി തങ്ങളെ വിമർശിക്കാനോ ഹമീദ് ഫൈസിനെ വിമർശിക്കാനോ അതേമാതിരി മുക്കം ഉമർ ഫൈസിനെ വിമർശിക്കാനോ ഒന്നും ഇജ്ജ് വളർന്നിട്ടില്ല കേട്ടോ. എൻ്റെ ആ തൊള്ള കക്കൂസായതിനും ഇങ്ങോട്ട് തുറക്കാൻ നിൽക്കിയത് ഞങ്ങൾക്ക് തിരും കേട്ടോ. അപ്പോൾ ഇജ് എനിക്ക് വിമർശിക്കാൻ എഴുതി തരുന്ന മാറ്റർ ഒന്നിക്ക് അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് വിമർശിക്കുക. അല്ലെങ്കിൽ എന്ത് കയമ്പിള്ളിനെ പറ്റി വിമർശിക്കുക. അഷ്റഫ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇല്ലേ സമസ്ത ഇലക്കണോണ്ട് എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ സത്യം. ഇവിടെ മുജാഹിദ് ഉള്ളത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. ആ ഉള്ള ആളുകളെ ഒപ്പം കൂട്ടരുതെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അവരെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാതാക്കിയത് സമസ്തയാണ്. അതിനിപ്പോൾ ചില ആളുകൾ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്ത് കണ്ടും അവരുടെ പരിപാടിക്ക് പോയി കണ്ടും ഒരു സർവമത സത്യവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ട 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 എന്നാണ് ഈ പ്രസംഗങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതേക്കാരം. ഇപ്പം മുമ്പ് കാലങ്ങളിൽ ജ്യേഷ്ഠന്മാരായ ആളുകൾ ചെയ്തു പോയ നന്മയുടെ ഗുണങ്ങളാണ് ഇപ്പം ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൻ്റെ വ്യാപ്തിയും പിന്നെ അത് വരിക ചെയ്യുക, പിന്നെ കിട്ടും. അപ്പോൾ അത് മനസ്സിലാവും. ആദ്യം അത് മനസ്സിലാക്കാം കേട്ടോ. വിവരമില്ലാതെ എന്തെങ്കിലും വെഡിത്തം വിളിച്ചറിയാം. പിന്നെ എന്താ പറഞ്ഞത്, മറ്റേ ഹക്കീം അസരി സമസ്തൻ്റെ 100ാം വാർഷികത്തിൻ്റെ അല്ലെ തഹിയ ഫണ്ടിലേക്ക് 5000 റുപ്യ കൊടുത്തെന്ന്. അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടല്ല കൊടുത്തത്. തറവാടാണ്, എനിക്കറിയില്ലേ? ഏറ്റവും വലിയ തറവാടായിട്ട് നിൽക്കുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയാണ്. 100% ആ സമസ്തയാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് പൈസ കൊടുത്തത്. തറവാട്ടിൽ നിന്ന് പല മക്കളും പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ 4 സംഘടനയായിട്ട് തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു മേശൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൈ കൊടുത്താൽ തീരാവുന്ന പ്രശ്നം താനേ ഉള്ളൂ. അത് ഒരുമിപ്പിക്കാൻ അയക്കാത്തത് ആരാ എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. എത്രത്തോളം അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇൻവോൾവ് ഉണ്ട് നല്ലപോലെ നമുക്കറിയാം. അതൊക്കെ മാറ്റം വരും, സ്വാഭാവികമായിട്ട് കുറച്ച് മാറ്റം വരും. ഇപ്പോൾ ഒരുപാട് അണികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് പല ഗ്രൂപ്പിൽ മനസ്സിലാവും. സയ്യിദുലുലമൻ്റെ ഫോട്ടോസ് വെക്കണേ, സയ്യിദുലുലമൻ്റെ സ്റ്റാറ്റസ് വെക്കണേ, ഇതൊക്കെ കാണുമ്പോൾ ഏപ്പിക്കാരായ ആളുകൾ വെക്കണത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് തെറ്റ് പറ്റിയത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ചിരിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുള്ളത്. മനസ്സിലായോ? അത് പോലും ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ തറവാട് സമസ്തക്കാണ് കൊടുത്തത്. അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. അതിന് ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല, മനസ്സിലായോ? പിന്നെ അവരെ ഹമീദ് ഫൈസി എതിർത്തിനില്ലേനോ എന്ന് പറഞ്ഞാൽ അവർ ഒരു ബിസിനസ് പരമായിട്ട് ഒരു ഷെയർ മുബാക്ക ആണ് എന്ന് പറഞ്ഞാണ്ട് ഒരു മുടി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? അതങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ആ യാത്ര നടത്തിയത്. അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും, പഠിക്ക് കേട്ടോ.
തെറ്റ് ബോധ്യപ്പെട്ടുകയാണെങ്കിൽ തിരുത്തിക്കുകയാണെങ്കിൽ അംഗീകരിക്കുക, പിന്നെ അതിന് വിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അവർക്ക് ആ വിഷയത്തിൽ തെറ്റ് പറ്റി എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്. ഞാൻ ചർച്ചയായി വരുമ്പോൾ അവരെടുത്ത് തെളിവുണ്ട് അവർ കാണിക്കും. സമസ്ത അന്ന് എടുത്ത നിലപാട് എനിക്കറിയില്ലേ, നിങ്ങൾ ആ സ്ഥലത്ത് കാണിച്ചു തന്നെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇനി അതിനെ ആ കൊണ്ടുവന്ന വ്യക്തികളിൽ വിശ്വാസമുള്ള ആളുകളുടെ വിശ്വസിച്ചോട്ടെ, അതിന് ഞങ്ങൾ എതിർപ്പും പറയണില്ല. ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്ത് വേണം, അതിന് സെനത് വേണം, അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഹമീദ് ഫൈസി നടത്തിയ പോരാട്ട വീര്യങ്ങൾ ഇപ്പോഴും ഒരു മാറ്റമില്ല. അന്നും ഇന്നും ഒരേ മാതിരി തന്നെ പോണത്. മനസ്സിലായോ? ഇങ്ങോട്ട് ആര് പൈസ തന്നാലും, മുസ്ലിം ലീഗിൻ്റെ എത്ര ആളുകൾ പൈസ തന്ന്? ഒരുപാട് ആളുകൾ പൈസ തന്നിട്ടുണ്ട്. പിന്നെ കൂലി പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് ആളുകൾ സഹായം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്റ്റേജിൽ ഞാൻ കേൾക്കലുണ്ട്, അതിനൊക്കെ യാത്രകളിലുള്ള സ്റ്റേജിലുള്ള ലക്ഷങ്ങൾ വരണേച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ 100 കോടി കഴിഞ്ഞിട്ടുണ്ടാവും ആ പിരിച്ച കായ് ഒന്നായിട്ട് കൂട്ടുകയാണെങ്കിൽ. അനക്കെന്തത്ത് എന്നോട് പറഞ്ഞിട്ട് എന്തത്താ ചാത്തപ്പുരി തത്ത് മാഷറ, അനക്ക് തത്ത് സമസ്ത, എന്നോട് ഇതിനെ പറ്റി ഇസ്ലാമിനെ പറ്റിയോ സമസ്തനെ പറ്റിയോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്ക് തെറി പറയാൻ അറിയും, കുറേ വോയിസ് തെറി പറയും, കുറേ താജിഫ്രീതങ്ങളെ കുറ്റം പറയും, അല്ലെങ്കിൽ അമിത വയസ്സിനെ കുറ്റം പറയും. ഇതെല്ലാം എനിക്കറിയുള്ളൂ. എന്നോട് കുറേ പറഞ്ഞു തന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. പിന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് റിബലിസം ബാധിച്ച വഹാബികളായ വാഫികളുണ്ട്. അവർ കൂടിയുള്ള മറുപടിയാണ്. നിങ്ങൾ എന്തൊക്കെ കുതന്ത്രം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പടയണി അതൊക്കെ തച്ച് തകർത്ത് ഞങ്ങൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ കൊടി നാട്ടുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. കുനിയയിൽ നിങ്ങൾക്ക് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്നും ഈ 100 വർഷം അടുത്ത 100 വർഷത്തേക്കുള്ള കുട്ടികളെ ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. സയ്യിദുൽ ഉലമൻ്റെ ആ ചൂണ്ട് വിരലിൽ നിൽക്കുന്ന ആ മക്കളെ നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. കുനിയയിൽ, കാസർഗോഡ് കുനിയയിൽ വെച്ചാണ്ട് ഇൻഷാ അള്ളാഹ് ഫെബ്രുവരി നമുക്ക് 8-ാം തീയതി ഇൻഷാ അള്ളാഹ് സമാപന സമ്മേളനത്തിൽ നമുക്ക് കാണാം. ഇൻഷാ അള്ളാഹ്.